ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി, ഹീറോൻ്റെ. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാലത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവാനായിട്ട് ഒരുപാട് താമസം, പെട്രോൾ കിട്ടാത്തൊരു ഫീല്. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെ 1-2 കംപ്ലയിൻസുകളായിട്ട് വന്നേനെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ സൈഡിൽ ഇതൊക്കെ നല്ല സൗണ്ട് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. കമ്പനി ലാൻഡറാണ് കിടക്കണേ, ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിൻ ആയാലും നമുക്ക് മഴയൊക്കെയാണ് വന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചെയിൻ അഴിച്ച് നോക്കിയതാണ്. ചെയിൻ പ്രോബ്ലം ഒന്നുമില്ല, ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം ആ സെക്ഷൻ നമുക്ക് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോകാം. കാരണം നമുക്ക് എയർ ഫിൽറ്ററിൽ കൂടെ എയർ വലിച്ച് കാർബറേറ്റർ വഴി സ്പാർക്ക് പ്ലഗ് കൊണ്ട് ഉപയോഗിച്ച് ഹെഡിനകത്ത് പെട്രോൾ കത്തണം. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ തന്നെ. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ശരിക്കും 10,000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ നല്ല ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം കാഴ്ചയിൽ തന്നെ നമുക്ക് അത്ര പൊടിയും കാര്യങ്ങളൊക്കെ, അത് യെല്ലോ കളറിലാണ് ശരിക്കും ഇതിൻ്റെ കളർ വരാം. അപ്പോൾ അത് പൊടിയൊക്കെ കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ തന്നെ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ കാർബറേറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ആ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്തിടാം കേട്ടോ. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ എൻജിൻ ഓയിൽ ലെവൽ ഇച്ചിരി കുറവ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ഓയിൽ ചേഞ്ച് വരാമെന്ന് പറഞ്ഞാൽ പ്ലസ് 3000 കിലോമീറ്ററാണ്. അപ്പോൾ അതിനിടയിൽ ഒരു പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണത് മറക്കരുത്. കാരണം ഒരു അല്പം ലെവൽ കുറവ് പോലെ നമുക്ക് കാണുന്നുണ്ട്. ലെവൽ കുറവ് പോലെയല്ല, ലെവൽ കുറവുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്ത് പോകണം. ഇനി കാര്യമായിട്ട് കുറയുണ്ടോ എന്നുള്ള ദിവസം നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു മാസം കഴിയുമ്പോൾ ഒന്ന് ചെയ്യുന്ന ദിവസം മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ആ ബ്രേക്ക് കിട്ടാത്ത ചില സമയങ്ങളിൽ ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് ഇവിടെ ലിവർ പിടിക്കുന്ന ഭാഗത്തുള്ള MC സബ് അസംബ്ലി, ഇതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് MC റിപ്പയർ കിറ്റ്, നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാവുന്നുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തേമാനമുണ്ട്. നമുക്ക് വർക്ക് ചെയ്യിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പയർ കിറ്റ് നമ്മൾ മേടിച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 600-650 നമുക്ക് ചിലവുണ്ട്. പിന്നീട് എന്നാലും നമുക്കത് 100% ഇപ്പോൾ തൽക്കാലം മാറിയാലും പിന്നീട് പെട്ടെന്ന് കാണിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂണിറ്റ് പടി മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1000-1300 രൂപയാണ് നമുക്ക് ഇതിന് കോസ്റ്റ് വരാം. പക്ഷേ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് പിന്നീട് ആ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരില്ല, കുറേ നാളത്തേക്ക് നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു 5-6 കൊല്ലം സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഈ കാലിപ്പർ അസംബ്ലി നമുക്ക് ഫുള്ളായിട്ടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിൻ്റെ പിസ്റ്റൺ നല്ല രീതിയിൽ ടൈറ്റാണ്. നമ്മൾ ഒരുപാട് ബലപ്പെട്ടാണ് നമ്മൾ അയച്ചെടുത്തത്. അപ്പോൾ പിസ്റ്റണും അതിൻ്റെ ഈ റിങ്സുകളും മാത്രം ഒന്ന് മാറ്റിയിടാം. എനിക്ക് തോന്നുന്നു അത് രണ്ടും കൂടിയിട്ട് ഏകദേശം ഒരു 200-250 രൂപ നമുക്കത് തീരും. ഈ സബ് അസംബ്ലിക്ക്, കാളിപ്പർ അസംബ്ലിക്ക് നമുക്ക് നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം ഒരു 2000 സംതിങ് ഒക്കെ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിസ്റ്റണും അതിൻ്റെ ആ പിസ്റ്റൺ സീലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് MC സബും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് ബ്രേക്ക് ആയിക്കോളും. തുടക്കം നമുക്കൊരല്പം ബ്രേക്ക് കുറവ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ കുറച്ച് ദിവസം ഓടുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ലോഡ് ആയിക്കോളൂ കേട്ടോ. അതിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയാണ്. ഫുൾ എയർ എടുത്ത് കിട്ടാനായിട്ട് ഒരല്പം ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പക്ക ബ്രേക്കാവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ MC സബ് മാറ്റിയിട്ടുള്ള രീതിയിലാണ് റിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് മെയിനായിട്ട്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താം. ശരിക്കും മറ്റേ മോർണിംഗിൽ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞല്ലോ, അത് നമുക്ക് ശരിക്കും അതിൻ്റെ പ്രോബ്ലം ഈ കാർബറേറ്ററിന് തേമാനം വന്നതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. കാരണം ഈ പിസ്റ്റൺ, ഈ വാക്യൂം പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗത്തേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സൈഡ് ഇങ്ങനെ തേമാനം വന്നു പോകുന്നുണ്ട്. അതാണ് ശരിക്കും എൻ്റെ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു കാരണം അതാണ്. പക്ഷെ നമുക്കത് കാർബറേറ്റർ യൂണിറ്റ് മാറ്റാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് 100% പെർഫെക്ഷനിലേക്ക് എത്തില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു 90-95% നമുക്ക് ഉണ്ടായ കംപ്ലയിൻറ്റ് മാറി കിട്ടും. അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാക്സിമം ഉപയോഗിക്കുക. തീരെ പറ്റാത്ത കണ്ടീഷനൊക്കെ ആയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഇത്രയും കേസാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.